ഇന്ത്യക്ക് ഏറെ നിർണായകമാകുന്ന, ഇന്ത്യക്ക് സാമ്പത്തികമായി സഹായകരമാകുന്ന ഒരു കരാർ തന്നെയാണ്. അമേരിക്കൻ വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ ഇന്ത്യ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യും. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷ്യ കാർഷിക ഉൽപ്പന്നങ്ങളുടെ തീരുവ ഇന്ത്യ ഒഴിവാക്കുകയോ കുറയ്ക്കുകയും ചെയ്യും. അമേരിക്കയിൽ നിന്നുള്ള വൈൻ, സ്പിരിറ്റ്, സോയാബീൻ, എണ്ണ എന്നിവയ്ക്ക് ഇന്ത്യയിൽ തീരുവ ഇളവ് ലഭിക്കും. ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചില സാധനങ്ങൾക്ക് പകരച്ചുങ്കം 18% കുറയ്ക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ബാലു, ഒരു കാര്യം കൂടി, ഇതിപ്പോൾ നേരത്തെ പിഴച്ചുങ്കം ഏർപ്പെടുത്തിയിരുന്നു. അത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കൊണ്ടായിരുന്നു ഇങ്ങനെ പിഴച്ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതൊക്കെ എടുത്ത് മാറ്റുകയാണ്. പക്ഷേ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമോ ഇല്ലയോ എന്നതിൽ കൃത്യമായൊരു ഉത്തരം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ലല്ലോ, അല്ലേ? സന്ധ്യ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി പുലർച്ചെയുമായി നടന്നിട്ടുണ്ട്. അത് ഈ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയ 25% അധിക തീരുവ. അപ്പൊ സന്ധ്യ പറഞ്ഞതുപോലെ തന്നെ പിഴ തീരുവ എന്ന് വേണമെങ്കിൽ പറയാം. ഈ 25% അധിക തീരുവ പിൻവലിച്ചുകൊണ്ട് അമേരിക്ക ഉത്തരവിറക്കിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇത് സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചതായി വൈറ്റ് ഹൗസ് ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യമായതിനെ തുടർന്നാണ് ഈ അധിക തീരുവ ഇപ്പോൾ അമേരിക്ക പിൻവലിച്ചിരിക്കുന്നത്. പക്ഷേ വളരെ പ്രധാനമായ കാര്യം സന്ധ്യ നേരത്തെ ചോദിച്ചത്, ഈ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുമ്പോൾ എന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഒരു വ്യക്തത ഇതുവരെയും വരുത്തിയിട്ടില്ല. കാരണം കഴിഞ്ഞ തവണ വിദേശകാര്യ മന്ത്രാലയം നടത്തിയ വാർത്താ സമ്മേളനത്തിലും ആ ചോദ്യത്തിന് ഒരു കൃത്യമായ, അതായത് വാങ്ങില്ല എന്ന കൃത്യമായ ഒരു ഉത്തരം നൽകിയിട്ടില്ല. ഈ വിപണി സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഒരു തീരുമാനം എടുക്കുമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിരുന്നത്. അത് എന്ത് തന്നെയായാലും പരസ്യമായി അങ്ങനെ പറയുമ്പോൾ പോലും അമേരിക്കയ്ക്ക് എന്ത് ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം അമേരിക്ക ഇപ്പോൾ ഈ അധിക തീരുവ പൂർണ്ണമായും എടുത്തു കളഞ്ഞുകൊണ്ടുള്ള ഉത്തരവ്, എക്സിക്യൂട്ടീവ് ഓർഡർ അമേരിക്കൻ പ്രസിഡന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. അക്കാര്യം വൈറ്റ് ഹൗസ് തന്നെ ഇപ്പോൾ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.